ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീവിദ്യ സുധീർ. ഇന്ന് ഞാനൊരു അച്ചാറിടുന്ന വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മൾ മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ് എല്ലാം ഇടാറുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ ഒരു മാവിൻ്റെ കൊമ്പൊടിഞ്ഞ് വീണിട്ട് ഒരുപാട് മാങ്ങ, അതിൻ്റെ അകത്ത് പച്ചമാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചൊരു അച്ചാറിട്ട് കളയാന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവല്ലേ, അപ്പം കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തു വിടുമ്പം നമുക്ക് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി അച്ചാറൂടെ കൊടുത്തു വിട്ടാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ അച്ചാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് രീതിയിൽ നമുക്ക് അച്ചാറുകളൊക്കെ ഉണ്ടാക്കാം. ഞാനിപ്പം നമ്മൾ പണ്ടോട്ടേ ചെയ്യുന്ന നാടൻ രീതിയിൽ എൻ്റെ അമ്മയൊക്കെ ചെയ്തിരുന്ന കൂട്ട് സാധാ രീതിയിലാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അത് ഇതുവരെ ഇട്ടതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയോ എല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്കൊക്കെ പോകാം. അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതാണ് നമ്മുടെ മാങ്ങ അരിയുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് പല രീതിയിൽ അറിയാം. ചിലർ തൊലിയില്ലാതെ അരിയും, ചിലർ കുറേശ്ശെ വെച്ചിട്ട് അരിയും. ഇതിപ്പോൾ ഞാൻ തൊലിയോട് കൂടിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ അതിന് ഇന്ന ഷേപ്പ് വേണം, ഇത്ര അളവ് വേണം, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം. പിന്നെ ഒരേ രീതിയിലൊക്കെ കിട്ടുവാണെങ്കിൽ ഒരു ഭംഗിയൊക്കെ കാണും. അപ്പം മാങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് വേണ്ടുന്നത് മുളക് പൊടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മുളക് പൊടി ഇപ്പം എരിവിൻ്റെ അനുസരിച്ച് ഓരോ വീട്ടിലും ഓരോ വീട്ടമ്മമാർ ചെയ്യുമ്പോൾ അവരുടെ വീട്ടിലെ എരിവും കാര്യങ്ങളും അനുസരിച്ച് ചിലർ കാശ്മീരി മുളക് പൊടി എരിവില്ലാത്തത് കൂടുതൽ ചേർത്ത്, അപ്പോൾ അതാകുമ്പോൾ കളറൊക്കെ കുറച്ച് കൂടുതൽ കിട്ടും. പിന്നെ എരിവ് വേണം. ഇപ്പം ഞാനിതിപ്പം തുല്യ അളവിലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ടേബിൾ സ്പൂണിന് ഒരു 3-3.5 സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ കടുക് വേണം. പിന്നെ വേണ്ട മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയും കടുകും ഒക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ ഒരു അച്ചാറിന് വേണ്ടുന്ന എല്ലാ മണവും ഗുണവും ഒക്കെ കിട്ടും. പിന്നെ പ്രധാനമായിട്ടും വേണ്ടുന്നത് കായമാണ്. കായം കട്ടയായാലും പൊടിയായാലും നമുക്ക് യൂസ് ചെയ്യാം. കട്ടയാണെങ്കിൽ അത് ആദ്യം ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ച് വറുത്ത് പൊടിച്ചെടുക്കാം. പിന്നെ പൊടിയാണെങ്കിൽ നമുക്കത് ഡയറക്റ്റ് ചേർക്കാം. പിന്നെ വേണ്ടുന്നത് എണ്ണ അത് നല്ലെണ്ണ എടുക്കാം, വെളിച്ചെണ്ണ എടുക്കാം, എന്ത് വേണേലും എടുക്കാം. നല്ലെണ്ണയാണെങ്കിൽ പഴയ ആൾക്കാരെല്ലാം നല്ലെണ്ണയിലാണ് ഇടുന്നത്. അപ്പോൾ അതിന് കൂടുതൽ കാലം കേടുകൂടാതിരിക്കാനും ഒക്കെ അച്ചാറുകൾക്ക് നല്ലെണ്ണയാണ് നല്ലത്. പിന്നെ വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ വിനെഗറാണ്. വിനെഗർ നമുക്ക് ആവശ്യത്തിന്, അത് ചേർക്കുന്നവരുമുണ്ട് ചേർക്കാത്തവരുണ്ട്. ഒരു ശകലം ചേർത്ത് കഴിഞ്ഞാൽ ഈ അച്ചാറുകൾ പെട്ടെന്ന് പൂത്തു പോകാതിരിക്കും. മാങ്ങ കാണിച്ചപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ മാങ്ങ എന്ന് പറഞ്ഞത് ഞാൻ ഇന്നലെ അരിഞ്ഞ് ഇത് കുറച്ച് കല്ലുപ്പിട്ട് നമ്മൾ പണ്ട സമയത്ത് വട്ടിയിലൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മളൊരു കിഴുത്തുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിലിട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് വെച്ചിരുന്നാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഉള്ള കുറേ പുളി ഊറി പോവും. അപ്പം നമുക്ക് ആ പുളിയും ഈ ഉപ്പും കൂടെ കലർന്ന് വരുന്ന വെള്ളം നമുക്ക് ആവശ്യത്തിന് ചാറില്ലാതെ വരുമ്പോൾ നമുക്ക് ഈ അച്ചാറിന് ലാസ്റ്റിൽ ചേർക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് ഇന്നലെ ഈ മാങ്ങ ഇട്ട് വെച്ചിരുന്നപ്പോൾ കിട്ടിയ വെള്ളമാണ് ഇത്. ഞാനൊരു കാര്യം ആദ്യം പറയാൻ മറന്നുപോയി. നമ്മുടെ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കട്ട കായമാണെങ്കിൽ അത് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ എന്തെങ്കിലും വെച്ച് പൊടിച്ച് എടുക്കണം. പൊടിച്ചെടുത്തിട്ട് അത് നമുക്ക് ചേർക്കേണ്ട ഇടയ്ക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വീഡിയോയിൽ ഒരിച്ചിരി ഗ്യാപ്പ് ഒരു കോൾ വന്നായിരുന്നേ. അപ്പോഴത്തേക്ക് ഞാൻ മുളക് പൊടിയൊക്കെ ചേർത്ത്, അതായത് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് കായം ചൂടാക്കി മാറ്റി വെച്ച് അതിനുശേഷം നമ്മൾ കടുവറുത്തതിന് ശേഷം നമ്മുടെ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി, പിന്നെ അതുപോലെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന കടുക് എല്ലാം ചേർത്തു. അതിനോടൊപ്പം തന്നെ നമ്മുടെ കറിവേപ്പില ഇട്ടു. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് ഞാനിപ്പം വെച്ചിരിക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഓരോ വീടുകളിൽ നമ്മൾ എന്നാലും അച്ചാറിന് എന്തായാലും ഇച്ചിരി ഉപ്പ് വേണം. ഉപ്പുണ്ടെങ്കിൽ പുളിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അച്ചാറിടുന്നു. അതിന് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. നമുക്ക് നമ്മുടെ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിൽ മാങ്ങ ചേർത്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാമേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിന് ചാറ് കുറവാണ്. അപ്പം നമ്മൾ ഇന്നലെ ഇട്ട് വെച്ചിരുന്നപ്പം ഈ മാങ്ങയിൽ നിന്ന് ഊറി വന്ന വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുവാണേ.
ഒരുപാട് സമയം ഇതിലിരുന്ന് ചൂടാവിയൊന്നും വേണ്ട. നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് നമ്മൾ ചേർത്ത വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്ത് വിനാഗിരിയും ചേർത്ത് തണുക്കുമ്പോൾ നമുക്ക് കുപ്പികളിലാക്കി സൂക്ഷിക്കാം. നമ്മുടെ അച്ചാർ അപ്പം റെഡി ആയിരിക്കുകയാണ്. അപ്പം ഇനി ഇത് സൂക്ഷിച്ച് വെക്കുന്നതിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അച്ചാറുകൾ എപ്പോഴും സൂക്ഷിച്ച് വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഭരണിയോ അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടുള്ള കുപ്പികളോ ഒക്കെയാണ് നമുക്ക് നല്ലത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വിനാഗിരി ഒരു അണുനാശിനിയാണ്. ആ വിനാഗിരി ഇച്ചിരി ഒഴിച്ച് അതിൻ്റെ ഒന്ന് കഴുകി കളഞ്ഞാൽ ഈ പാത്രങ്ങളിൽ പൂപ്പലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോവും. പിന്നെ നമ്മൾ അച്ചാർ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളും മറ്റുള്ളവരൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നനഞ്ഞ സ്പൂണോ മറ്റു പാത്രങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ ഇരിക്കുക. അപ്പം നമ്മുടെ അച്ചാർ കുറേ കാലം കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.